അസ്സലാമു അലൈക്കും. വളരെ ആശാവഹമായ പ്രതീക്ഷ ഉളവാക്കുന്ന ഒരു മഹത്തായ ചർച്ചയിലാണ് നാം ഇപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി ഒരു ഇസ്ലാമിക കലണ്ടറിനെ പറ്റിയും ഇസ്ലാമിലെ ആഘോഷ ദിനങ്ങളുടെ ഏകീകരണത്തെപ്പറ്റിയും ഗൗരവമായി പഠിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും പണ്ഡിതരുടെ ശ്രദ്ധ ആ വഴിക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ജനാബ് അലി മണിക്ഫാൻ ഏറെ പ്രശംസിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ഈ ചർച്ച വളരെ വിജയപ്രദമാകണമെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ അദ്ദേഹവും വേണമെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രവും ഒരു ഭാഗത്തും കഴിച്ച് ബാക്കി എല്ലാവരും മറുഭാഗത്തും എന്ന നിലക്കാണ് ഒറ്റനോട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അദ്ദേഹം മാത്രമായിരിക്കാം ഒരു ഭാഗത്ത്, എല്ലാവരും ഒരു ഭാഗത്തുമായിരിക്കാം മറുഭാഗത്ത്. ഇതിനേക്കാൾ ഉപകാരപ്രദമാകാൻ വേണ്ടത് ഇദ്ദേഹത്തിന്റെ എതിർദിശയിൽ നിൽക്കുന്ന ആളുകൾ, അവർ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, മാസം തീരുമാനിക്കപ്പെടണമെങ്കിൽ വ്യവസ്ഥാപിത രൂപത്തിൽ കാണുകയും കണ്ടതായിട്ട് സ്ഥിരീകരിക്കപ്പെടുകയും വേണം എന്ന ഒരു പക്ഷം. അവിടെ ഈ കാണപ്പെടുന്നത് വ്യക്തമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ സാധ്യതയുള്ള ദിവസം തന്നെയായിരിക്കണം. ഒരിക്കലും കാണുകയില്ല എന്ന് കണക്കുകളെ കൊണ്ട് ഖണ്ഡിതമായി അംഗീകരിക്കപ്പെട്ട ഒരു ദിവസം കണ്ടു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കരുത് എന്ന് പറയുന്ന ഒരു വിഭാഗം. കണക്കിലേക്ക് തീരെ നോക്കേണ്ടതില്ല. നീതിമാനായ ഒരു സാക്ഷി കണ്ടതായിട്ട് പറയുകയും അത് ഖാദി അംഗീകരിക്കുകയും ചെയ്താൽ മാത്രം മതി, കണക്കിലേക്ക് തീരെ നോക്കരുത് എന്ന് പറയുന്ന ഒരു വിഭാഗവും. എന്നാൽ അവരാണ് വാസ്തവത്തിൽ ഇവിടെ കൂടിയത് എന്ന് മാത്രമല്ല, കേരളത്തിൽ തന്നെ കൂടുതൽ അവരാണ്. അതുകൊണ്ട് പെരുന്നാൾ, നോമ്പ് തുടങ്ങിയുള്ള ആഘോഷങ്ങളൊക്കെ അഥവാ മാസം തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ നേത്രങ്ങൾ കൊണ്ടുള്ള കാണലിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാവണം എന്ന് പറയുന്ന പണ്ഡിതന്മാരെ കൊണ്ടുവന്നിരുത്തണം. എന്നിട്ട് അവർ അവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയും അതിൽ വരുന്ന സംശയങ്ങളൊക്കെ ചോദിച്ച് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യുകയായിരിക്കും. ഇതിനേക്കാൾ ഇത് ഫലപ്രദമല്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ ചർച്ച സജീവമാകണമെങ്കിലും ഇമാമുകൾ അവരെ ഗ്രന്ഥങ്ങളിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ തൽവിഷയമായി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എല്ലാ പണ്ഡിതന്മാർക്കും നിഷ്പക്ഷമായിട്ട് പറയാനും അപ്പോഴായിരിക്കും സൗകര്യമുണ്ടാവുക എന്ന്. നേരത്തെ ഇവിടെ പറയപ്പെട്ട കാര്യമാണ്, സൂര്യൻ എപ്രകാരം കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അപ്രകാരം തന്നെയാണ് ചന്ദ്രനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഖുർആൻ തന്നെ വളരെ കണിശമായി പറഞ്ഞൊരു കാര്യമാണ്. അശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യൻ ചന്ദ്രൻ അതൊക്കെ കണക്കിന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പടച്ച തമ്പുരാൻ തന്നെ ആ രൂപത്തിൽ വ്യക്തമാക്കി പറഞ്ഞാൽ പിന്നെ അതിന്റെ ഉദയത്തിനും അസ്തമനത്തിനും, ഉദയം അസ്തമനം ഉണ്ടോ അത് വേറെ കാര്യം, എങ്കിലും നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് നിരീക്ഷിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആ മന്നലക്ക്
അതൊക്കെ വളരെ കൃത്യമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പടച്ചവൻ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഇന്ന് സൂര്യൻ എപ്പോഴാണ് ഉദിക്കേണ്ടത് എന്ന് നമ്മളാരും കൂടി തീരുമാനിക്കേണ്ട കാര്യമില്ല. ഇന്ന് എപ്പോഴാണ് സൂര്യൻ കേരളത്തിൽ ഉദിക്കേണ്ടത് എന്ന് കേരളത്തിലെ കുറെ ആളുകൾ കൂടിയിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ എതിരായി തീരുമാനിച്ചാലും കാര്യം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ചന്ദ്രനും എപ്പോൾ ഉദിക്കുന്നു എപ്പോൾ അസ്തമിക്കുന്നു എന്നതൊക്കെ നമ്മൾ കൂടി തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ അശംസു വൽ ഖമറു ബിഹുസ്ബാൻ എന്ന് പറഞ്ഞ വാക്കിനൊന്നും യാതൊരു അർത്ഥവും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇവിടത്തുള്ള പ്രശ്നം അതല്ല. ഇതൊരു ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടും ഇത് നമ്മൾ മാത്രം കൈകാര്യം ചെയ്ത ഒന്നല്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തുൽ കിറാമുമാണ് ഈ വിഷയത്തിൽ നമുക്കുള്ള മാതൃക എന്നതുകൊണ്ടും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന് എന്തൊരു മാനദണ്ഡമാണോ സ്വീകരിച്ചത് അഥവാ സ്വീകരിക്കാൻ പറഞ്ഞത് അത് മുഖവിലക്കെടുക്കുകയാണ് കരണീയമായിട്ടുള്ളത്. അത് പിന്നെ എങ്ങനെ മുഖവിലക്കെടുക്കണം? ഉദാഹരണം പറഞ്ഞാൽ, കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാനാണോ, അഥവാ അവിടെ സാധനമുണ്ട് എന്ന് ഒരു കണ്ടുപൊട്ടന് പോലും അറിയത്തക്ക രൂപത്തിൽ അവിടെ ഉണ്ടാവാനാണോ? ഇപ്പൊ ലോകത്തെ എല്ലാവരും പൊട്ടന്മാരാണെങ്കിലും നോമ്പും പെരുന്നാളൊക്കെ വേണമല്ലോ. ആർക്കും കണ്ണില്ല, എല്ലാവരും അന്ധന്മാരാണ്. എന്നാലും പെരുന്നാളും നോമ്പൊക്കെ ഈ രൂപത്തിൽ വരണം. അവിടെയും ഒരു കാണലുണ്ട്. അതേത് കാണല? ഇക്കണ്ണ് കൊണ്ടുള്ള കാണലല്ല. അപ്പോൾ ഈ കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബാഹ്യമായ നേത്രം കൊണ്ടുള്ള കാണൽ തന്നെയാണോ, അല്ലെങ്കിൽ പരിപൂർണമായിട്ട് ഇൽമുൽ യഖീൻ എന്നൊരു കാര്യമുണ്ടല്ലോ, പരിപൂർണമായ പരിപൂർണമായ ഉറപ്പ് സിദ്ധിക്കുക. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സാധനം അവിടെ ഉണ്ട് എന്നതിന് പരിപൂർണമായ ഉറപ്പുണ്ടാകണമെങ്കിൽ കാണുക തന്നെ വേണ്ടിയിരുന്നു. അവർക്കന്ന് അവിടെ ഹിലാൽ ഉണ്ട് എന്ന് പരിപൂർണ ഉറപ്പ് വരണമെങ്കിൽ നേത്രങ്ങൾ കൊണ്ട് കാണുക തന്നെ വേണ്ടിയിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ അതിനവലംബമാക്കിയത്. ഇപ്പൊ നമ്മുടെ തുഫ അതിന്റെ ശറഹ് അടക്കം നമുക്ക് പരിശോധിച്ചാൽ കാണാവുന്ന ഒരു കാര്യമാണ്. പിന്നെ സ്വഹീഹായ മുഖദ്ദിമ, കണക്കുകൾക്കൊരു ക്രമം വേണം. അപ്പൊ ശരിയായ ഖണ്ഡിതമായ ആമുഖത്തോടുകൂടി ആവിഷ്കരിക്കപ്പെട്ട കണക്ക് പ്രകാരം ഇന്ന് മാസം കാണുകയില്ല എന്ന് പരിപൂർണമായും ഖത്ഈയായി സ്ഥിരപ്പെട്ട ഒരു ദിവസം മാസം കണ്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കണ്ടവനെ തള്ളണമെന്നുണ്ട്. നമ്മളെ തുഫയുടെ ശറഹടക്കം നോക്കിയാൽ കാണാവുന്ന ഒരു കാര്യമാണ്. ഷാഹിദ് സാക്ഷി കണ്ടു, അവൻ സ്ഥിരപ്പെട്ടു, കാതിനടുക്ക് സ്ഥിരപ്പെടുത്തു. എന്നാൽ പോലും ഖണ്ഡിതമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാസം കാണൂല എന്ന് ഉറപ്പിക്കപ്പെട്ട കാര്യമാണെങ്കിൽ അവനെ തള്ളേണ്ടതാണ്. അതിന് ന്യായം പറയുന്നുണ്ട്. എന്താ ന്യായം? കണക്ക് തെറ്റുകയില്ല, കണ്ടവന് തെറ്റാവുന്നതാണ്. കണ്ടവന് തെറ്റാവുന്നതാണ്. കാണാത്തതിനെ കണ്ടു എന്ന് തോന്നിയതാവാം, എന്നാൽ കണക്ക് തെറ്റില്ലല്ലോ എന്ന് അവിടെ തന്നെ ഫിഖ്ഹിന്റെ കിതാബിൽ പറയുന്നുമുണ്ട്. ഇനി വേറെ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു വിഖ്യാത ഗ്രന്ഥമാണ് ശറഹുൽ മുഹദ്ദബ്. മുഹദ്ദബിന്റെ ശറഹാണ് മജ്മൂ. ആ ശറഹുൽ മുഹദ്ദബിൽ ഈ കാര്യം ചർച്ച വെക്കുന്നുണ്ട്. ഈ റൂയത്തുൽ ഹിലാലിന്റെ കാര്യം അദ്ദേഹം ചർച്ചക്കെടുക്കുന്നുണ്ട്. ആ ശറഹുൽ മുഹദ്ദബിൽ അദ്ദേഹം 5, 6, 7 വീക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു വീക്ഷണം, ലോകത്ത് എവിടെയെങ്കിലും ഒരു മുസ്ലിം കണ്ടാൽ ലോകത്തുള്ള എല്ലാവർക്കും നോമ്പും പെരുന്നാൾ നിർബന്ധമാണ് എന്ന് ഇമാമുകൾ പറഞ്ഞു എന്നാണ്. അതായത് ഇമാം നവവി വളരെ പഴക്കമുള്ള ഇമാമാണ്. ആ ഇമാം നവവി തന്റെ വീക്ഷണം പറയുകയല്ല, തന്റെ മുമ്പുള്ള ഇമാമുകൾക്കുള്ള അഭിപ്രായങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ ഒരഭിപ്രായം ഇതാണ്. എന്താ കാരണം? സൂമു ലിറൂയതിഹി, മാസം കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക എന്ന് പറഞ്ഞ് മദീനക്കാരോട് മാത്രമല്ല, മക്കക്കാരോട് മാത്രമല്ല, അത് മുഅ്മിനീങ്ങളോട് പറഞ്ഞതാണ്. അപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മുഅ്മിനീങ്ങളാവട്ടെ, നിങ്ങളിൽ ആര് കണ്ടാലും എല്ലാവർക്കും നോമ്പ് നിർബന്ധമായി എന്ന് തന്നെയാണ് ഹദീസിന്റെ താല്പര്യം. അതുകൊണ്ട് ലോകത്ത് എവിടെ കണ്ടാലും എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ് എന്ന അഭിപ്രായം ഇമാമുകളിൽ ചില ആളുകൾക്കുണ്ടെന്ന് ഇമാം നവവി പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പ്രഗത്ഭ പണ്ഡിതന്മാരെ ഇരുത്തിയിട്ട് അവരുടെ മുമ്പിൽ ഈ കാര്യം വൈജ്ഞാനികമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ ആളുകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കുറെ വെളിച്ചം ആളുകൾക്ക് കിട്ടും എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചർച്ച വളരെ നന്നായിട്ട് മുന്നോട്ട് പോകണം. ഓരോ പണ്ഡിതന്മാരും അവരവരുടെ വീക്ഷണങ്ങൾ വളരെ നന്നായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ആളുകളെ ബോധ്യപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.